എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. എല്ലാവരും ഹാപ്പി ആയിരിക്കും, സമാധാനമായിരിക്കും, സന്തോഷമായിരിക്കും, നന്മകൾ വിടരട്ടെ, മനസ്സ് നന്നാവട്ടെ. എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഇത് ചില പ്രത്യേകതര ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അവരിലേക്ക് വീഡിയോ എത്തുമെന്ന് അറിയില്ല, എന്തായാലും പരമാവധി ഷെയർ ചെയ്യുക, അവരെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ വീടിൻ്റെ പരിസരത്തും അല്ല അവിടെ എവിടെയെങ്കിലൊക്കെ നായകൾ പ്രസവിച്ച് കുട്ടികളെ അമ്മയിൽ നിന്നും വേർപ്പെടുത്തിയിട്ട് കണ്ണുപോലും തുറക്കാത്ത കുഞ്ഞുങ്ങളെ ചാക്കിൽ കെട്ടിയിട്ട് പെട്ടിയിൽ കെട്ടിയിട്ടൊക്കെ കൊണ്ടുപോയിട്ട് കളയുന്ന ഒരു അവസ്ഥ ഉണ്ട്. അത് ചെയ്യുന്നവർ ഓർക്കുക. നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണെങ്കിൽ, പൈസ എന്ന് ചെയ്യിപ്പിക്കുന്നതാണെങ്കിലും, നിങ്ങൾ സ്വയം ചെയ്യുന്നതാണെങ്കിലും ഓർക്കുക. അതായത് ഈ കണ്ണുപോലും വിരിയാത്ത കുഞ്ഞുങ്ങൾ മറ്റെവിടെയെങ്കിലും പോയിട്ട് കാറ്റും മഴയേറ്റ് പുഴു വരച്ചിട്ട് നരകിച്ച് എത്രയോ മക്കൾ, എത്രയോ ജീവനും, അതും നിങ്ങളെപ്പോലെ തന്നെ പ്രപഞ്ചത്തിലൊരു സൃഷ്ടിയാണ്. നിങ്ങളുടെ കൈകൊണ്ട് ആ ക്രൂരത ചെയ്യുമ്പോൾ ഓർക്കുക. അതേപോലെ ആ കുഞ്ഞുങ്ങൾ നരകിച്ച് പുഴു വരച്ച് മരിക്കുന്നു. അതേപോലെ ആ അമ്മ ഈ കുഞ്ഞുങ്ങളെ കാണാണ്ട് മുലയിൽ പാൽ ചുരത്താൻ കഴിയാണ്ട് മുല വിങ്ങി വീർത്ത് നീര് വന്നിട്ട് കുട്ടികളെ കാണാണ്ട് മാതൃവിഷമം കൊണ്ട് ആർത്തലച്ച് കരഞ്ഞ് അത് വേദനിച്ച് മരിക്കുന്നു. ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ തലമുറയ്ക്ക് നിങ്ങളിലേക്ക് വന്നു ചേരും. ദയവ് ചെയ്തിട്ട് എന്തിനാണ് ഈ ശാപം നിങ്ങൾ വരുത്തി വെക്കുന്നത്? ഒരു നാച്ചുറലായി നടക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ആ പ്രോസസ്സിന് അത് നടന്നു പോകും. നിങ്ങൾ അവരുടെ ലൈഫിൽ കൈ കടത്തിയിട്ട് അപ്പം നായ കടിക്കുന്നു, നായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് മനുഷ്യരാണ്. അത് ആദ്യം ഓർക്കുക. ഈ സമയം കടന്നു പോകും. അപ്പം നിങ്ങൾ ഈ ക്രൂരത ചെയ്യുന്നതിൻ്റെ പരിണാമഫലം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും. അതുകൊണ്ട് ആ തെറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒന്ന് ആലോചിക്കായിരിക്കും നല്ലത്.